നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. കാഞ്ഞിരപ്പുഴയിൽ ജലലഭ്യത കുറഞ്ഞതോടെ ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിൽ ഉൽപാദനം നിർത്തിവെച്ചു. മഴക്കാലം തുടങ്ങിയാലേ ഇനി ജലവൈദ്യുത നിലയം പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കൂ. നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഉൽപാദനം നടത്തിയാണ് വരൾച്ചയെ തുടർന്ന് നിലയത്തിലെ വൈദ്യുത ഉത്പാദനം നിർത്തിവച്ചത്. മലപ്പുറം ജില്ലയിലെ ഏക വൈദ്യുതി ഉത്പാദന കേന്ദ്രമാണ് ചാലിയാർ പഞ്ചായത്തിൽ 2015 സെപ്റ്റംബറിൽ പ്രവർത്തനമാരംഭിച്ച ആഠ്യൻപാറ നിലയം. മഴക്കാലത്ത് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തുന്ന അധിക ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉത്പാദനം. 1.5 മെഗാവാട്ടിന്റെ 0.5 മെഗാവാട്ടിന്റെ ഒരു ജനറേറ്ററുമാണ് വൈദ്യുതി ഉത്പാദനത്തിനായി നിലയത്തിലുള്ളത്. സാധാരണഗതിയിൽ കാലവർഷം തുടങ്ങുന്നത് മുതൽ ജനുവരി അവസാനം വരെ 3 ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കും. വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നതനുസരിച്ച് ഉത്പാദനം 0.5 മെഗാവാട്ടിന്റെ ജനറേറ്ററിൽ മാത്രമായി ചുരുങ്ങും. ക്രമേണ നിർത്തിവെക്കുകയാണ് പതിവ്. 2018ലെയും 2019ലെയും പ്രളയത്തിൽ നാശനഷ്ടം നേരിട്ട നിലയത്തിൽ പുനർനിർമ്മാണം നടത്തി 2020ൽ പ്രവർത്തനം പുനരാരംഭിച്ചു. 7 ദശലക്ഷം യൂണിറ്റ് ഉത്പാദനം നടത്തി. 2021ലെ ഉത്പാദന നേട്ടം 12 ദശലക്ഷം യൂണിറ്റ് സർവകാല റെക്കോർഡായി. അതിനോടടുത്ത ഉത്പാദനമാണ് ഇക്കൊല്ലത്തേത്. 11.20 ദശലക്ഷം യൂണിറ്റ് ലഭിച്ചു. യൂണിറ്റിന് 4 രൂപ നിരക്കിൽ വൈദ്യുതി ബോർഡിന് വരുമാനം 4.48 കോടി രൂപയാണ്. വയനാടൻ മലനിരകളിൽ നിന്നാണ് കാഞ്ഞിരപ്പുഴ ഉത്ഭവിക്കുന്നത്. വയനാട്ടിൽ വേനൽ മഴ കിട്ടിയതിനാൽ മാർച്ച് വരെ ഉത്പാദനം നടത്താൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.